നമസ്കാരം. ഡൽഹിയുടെ മുഖച്ഛായ തന്നെ മാറുന്ന ബഡ്ജറ്റാണ് മുഖ്യമന്ത്രി രേഖ ഗുപ്ത അവതരിപ്പിച്ചത്. ദില്ലി രാമരാജ്യമാക്കാൻ പോകുന്നു. ഇത് തന്നെയാണ് ബഡ്ജറ്റിന് മുമ്പും രേഖ ഗുപ്ത പറഞ്ഞത്. ശ്രീരാമന്റെ ഭരണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നീതി, സമത്വം, ധാർമ്മികത, അധികാരം എന്നിവയാൽ സവിശേഷമായ ഒരു ആദർശ സമൂഹത്തെയും ഭരണരീതിയെയും ദില്ലിയിൽ വാർത്തെടുക്കാനാണ് രേഖ ഗുപ്തയുടെ പുറപ്പാട്. അതിനായുള്ള പദ്ധതികളാണ് ദില്ലി മുഖ്യമന്ത്രി രൂപപ്പെടുത്തിയിരിക്കുന്നത്. വികസന പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൂലധന ചെലവിനായി 28,000 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹിളാ സമ്മാൻ നിധി പദ്ധതി പ്രകാരം യോഗ്യരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ നൽകും. കൂടാതെ സ്ത്രീ സുരക്ഷയ്ക്കായി 50,000 CCTV ക്യാമറകൾ സ്ഥാപിക്കും. തീഹാർ ജയിൽ മാറ്റുന്നതിനായി ഡൽഹി സർക്കാർ നഗരപ്രാന്തത്തിൽ പുതിയ ജയിൽ സ്ഥാപിക്കും. വായു മലിനീകരണം കൂടുതലായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ദില്ലി. നഗരത്തിലെ മലിനീകരണം നിയന്ത്രിക്കാൻ ഡൽഹി സർക്കാർ 300 കോടി രൂപ നൽകും. പരിസ്ഥിതി വനം വകുപ്പിനായി 506 കോടി രൂപ നീക്കിവെച്ചു. ഓവർ ഹൈഡ് വൈദ്യുതി ലൈനുകൾ നീക്കം ചെയ്യുന്നതിനും ഹൈ ടെൻഷൻ വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുമുള്ള പൈലറ്റ് പദ്ധതിക്കായി ഡൽഹി സർക്കാർ 100 കോടി രൂപ അനുവദിച്ചു. ഗർഭിണികൾക്ക് പോഷകാഹാര കിറ്റുകൾ നൽകും. അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഡൽഹി സർക്കാർ സംഘടിപ്പിക്കും. ഗതാഗത മേഖലയ്ക്കായി ഡൽഹി സർക്കാർ 12,952 കോടി രൂപ വകയിരുത്തി. ഡൽഹിയെ നിക്ഷേപ സൗഹൃദ നഗരമാക്കി മാറ്റാനാണ് രേഖയുടെ പടപ്പുറപ്പാട്. നഗരത്തിലുടനീളമുള്ള ശുദ്ധമായ കുടിവെള്ളത്തിനും ശുചിത്വ പദ്ധതികൾക്കുമായി 9,000 കോടി രൂപയാണ് അനുവദിച്ചത്. മുൻ സർക്കാർ വികസനത്തിന്റെ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടു. യമുന വൃത്തിഹീനമായിരുന്നു, റോഡുകൾ തകർന്നിരുന്നു, വായു മലിനീകരണം കൂടുതലായിരുന്നു. ഡൽഹി ജൽ ബോർഡ്, DDC എന്നിവ നഷ്ടം നേരിടുകയായിരുന്നു. വൃത്തിഹീനമായ വെള്ളവും കവിഞ്ഞൊഴുകുന്ന അഴുക്കുചാലുകളും ഡൽഹിയുടെ സത്വമായി മാറി. അങ്ങനെയുള്ള ദില്ലിയെ രാമരാജ്യം ആക്കുന്നതാണ് രേഖ ഗുപ്തയുടെ വാക്ക്. നമുക്ക് പുതിയൊരു ദില്ലിക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.